ഹലോ ഗായ്സ്, ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ഗോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പ്രവർത്തിക്കും. അതെങ്ങനെയാണെന്നല്ലേ പറയാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ കോളേജ് ലൈഫ് തന്നെ എടുക്കാം. എനിക്ക് ഒരു കോളേജ് ഇഷ്ടപ്പെട്ടു. ആ കോളേജിലോട്ട് അഡ്മിഷൻ വേണമെന്ന് ഞാൻ പാരൻസിനോട് പറഞ്ഞു. പാരൻസ് ഓക്കെ പറഞ്ഞു. അവരെന്നെ കൊണ്ട് ആ കോളേജിലോട്ട് ആക്കി. പക്ഷേ കോളേജിൽ ചെന്നു ഞാൻ ആദ്യത്തെ ഡേ കാണുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസമായിരുന്നു അവിടെ ഗ്രാജുവേഷൻ ഡേ വന്നത്. ഫസ്റ്റ് ഗ്രാജുവേഷൻ ഡേ ഞങ്ങളവിടെ ചെന്നപ്പോൾ ഗ്രാജുവേഷൻ ഡേ. ആ ഗ്രാജുവേഷൻ ഡേയിൽ അവിടെ കുട്ടികളെല്ലാവരും കോട്ടൊക്കെ ഇട്ട് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ചേട്ടനും ചേച്ചിമാരും അവരൊക്കെ കോട്ടൊക്കെ ഇട്ട് ഭയങ്കര സൂപ്പറായിട്ട് പാരൻസുമായിട്ടൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നു, സർട്ടിഫിക്കറ്റ് മേടിക്കുന്നു. എന്തൊരു വ്യൂ ആയിരുന്നു അത് മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. നമ്മൾക്കും ഇതുപോലെ എന്തെങ്കിലും ചെയ്യണം, എന്തായാലും ഈ ലാസ്റ്റ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എനിക്കും ഗ്രാജുവേഷൻ ഡേക്ക് വന്ന് ഇതുപോലെ എൻ്റെ വീട്ടുകാരെയും കൊണ്ടുവന്നിട്ട് എനിക്ക് ഇതുപോലെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയറിൽ തന്നെ എനിക്ക് കുറേ സപ്ലിയൊക്കെ വന്നു. പക്ഷേ സെക്കൻഡ് ഇയർ ആയപ്പോൾ തൊട്ട് കുറേ ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഡിപ്രഷൻ അടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ തന്നെ ഇതുപോലെ സ്റ്റഡീസിലും ഒക്കെ നല്ല ഡിപ്രസ്ഡ് ആയിട്ടുള്ള സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ എക്സാമുകളെല്ലാം സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ക്ലിയറായി. പിന്നെ എനിക്ക് സപ്ലൈ വീണിട്ടേ ഇല്ല. അങ്ങോട്ട് ഫൈനൽ ഇയർ വരെ സപ്ലൈ വീണിട്ടില്ല. നല്ല വൃത്തിയായിട്ട് പഠിച്ചു, എക്സാമൊക്കെ എഴുതി, ഡിപ്രഷനൊക്കെ മാറി. ഫൈനലി എനിക്ക് എൻ്റെ വീട്ടുകാരെ കൊണ്ടുവന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഗ്രാജുവേഷൻ ഡേയിൽ ഞാൻ കണ്ട വ്യൂ, കണ്ട ഗോൾ അല്ലെങ്കിൽ കണ്ട ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു. അത് യാഥാർത്ഥ്യമായി. ഗ്രാജുവേഷൻ ഡേക്ക് എനിക്ക് എൻ്റെ അമ്മയെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ പറ്റി. പക്ഷേ അപ്പോഴേക്കും എൻ്റെ അച്ഛൻ എന്നെ വിട്ടു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും എനിക്ക് എൻ്റെ അമ്മയെ കൊണ്ടുവരാൻ പറ്റി. ഹാപ്പിയായി, എല്ലാവർക്കും ഹാപ്പിയായി, സന്തോഷമായി. അപ്പം അതാണ് നമ്മൾ പറയുന്നത്, എപ്പോഴും ഒരു ഗോള് നമുക്കുണ്ടായിരിക്കണം. നമുക്കൊരു സ്വപ്നം, ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ അറിയാതെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ ഗൈസ്.